ന്യൂസ് 16 കേരള. പ്രവാസി ക്ഷേമ പെൻഷൻ വരിസംഖ്യ കുടിശ്ശികക്കാരുടെ അംഗത്വം റദ്ദാക്കൽ കേരള സർക്കാരിനും പ്രവാസി ക്ഷേമ ബോർഡിനും ഹൈക്കോടതി നോട്ടീസ്. കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി വകുപ്പ്, നോർക്ക, പ്രവാസി ക്ഷേമനിധി ബോർഡ്, ലോക കേരള സഭ, പ്രവാസി കമ്മീഷൻ, ഈ എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ ക്ഷേമം മുൻനിർത്തി കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗത്വം സംബന്ധിച്ചും അതുപോലെ തന്നെ അംഗത്വമുള്ള വ്യക്തികൾ കുടിശ്ശിക വരുത്തുമ്പോൾ അതിലെ ചട്ടങ്ങൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് 62 വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ കുടിശ്ശിക വരുത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ബോർഡിൻ്റെ 34ാമത് യോഗത്തിലെ 17ാം നമ്പർ പ്രമേയത്തിലെ വ്യവസ്ഥകളെയും കൂടി ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലിൻ്റെ പിന്തുണയോടുകൂടി കേരള ഹൈക്കോടതിയിൽ പ്രവാസികൾക്ക് വേണ്ടി അംഗത്വം നഷ്ടപ്പെട്ട നന്ദകുമാർ എന്ന വ്യക്തിയുമായി ചേർന്ന് പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കേരള സർക്കാരിനും പ്രവാസി ക്ഷേമനിധി ബോർഡിനും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾ വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗത്വം എടുക്കുന്നതിനെതിരെ തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ നേരത്തെ തന്നെ പ്രവാസി ലീഗൽ സെൽ കോടതിയെ സമീപിച്ച് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും അതിൻ്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് 62 വയസ്സ് കഴിഞ്ഞ കുടിശ്ശിക വരുത്തിയ പ്രവാസികൾക്ക് അവരുടെ അംഗത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമെന്ന വിഷയം കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി ചൂണ്ടിക്കാണിച്ച് പ്രവാസി ലീഗൽ സെല്ല് ഇപ്പോൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാസി വകുപ്പിനും ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾക്കും പ്രവാസി ലീഗൽ സെൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനം നൽകിയിട്ടും കാര്യമായിട്ടുള്ളൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള പ്രവാസികൾക്കും പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗത്വം എടുക്കാനും 62 വയസ്സ് കഴിഞ്ഞ കുടിശ്ശിക വരുത്തിയ പ്രവാസികൾക്കും കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവരുടെ അംഗത്വം പുനഃസ്ഥാപിച്ച് യാതൊരുവിധ പരിഗണനയും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ബോർഡിൻ്റെ ഈ തീരുമാനം മാറ്റിക്കൊണ്ട് എല്ലാ പ്രവാസികൾക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു അനുകൂല നിലപാട് സർക്കാരും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡും സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിലും കൂടി പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ പ്രവാസികൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ആയതിനാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ലഭിക്കുന്നതിന് ഈ നിയമ നടപടി വഴി സാധിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ പ്രതീക്ഷിക്കുന്നു. സർക്കാരും ബന്ധപ്പെട്ട അതോറിറ്റിയും ഈ വിഷയത്തിൽ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും തുല്യത ഉറപ്പുവരുത്തണമെന്നാണ് പ്രവാസി ലീഗൽ സെല്ലിന് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. 62 വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ ക്ഷേമനിധി അംഗത്വം കേരള പ്രവാസി ക്ഷേമ പദ്ധതി 2009 വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഏകപക്ഷീയമായി റദ്ദാക്കുന്ന പ്രവാസി ക്ഷേമ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രവാസി ലീഗൽ സെല്ലിന്റെ നിയമ പിന്തുണയോടെ ഹൈക്കോടതിയെ സമീപിച്ച നന്ദഗോപകുമാറിന്റെ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികളായ കേരള സർക്കാർ, നോർക്ക വകുപ്പിനും കേരള ക്ഷേമനിധി ബോർഡിനും നോട്ടീസ് അയക്കാൻ ഉത്തരവായി. കേരള ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. കേസ് അവധിക്ക് ശേഷം ജൂൺ 13 വീണ്ടും പരിഗണിക്കും. 2009 കേരള പ്രവാസി ക്ഷേമ പദ്ധതി വകുപ്പ് 21 പ്രകാരം വരിസംഖ്യ കുടിശ്ശിക വരുത്തി പദ്ധതി അംഗത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവാസി മുടക്കം വരാനുള്ള കാരണങ്ങൾ യുക്തിസഹമായി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോധ്യപ്പെടുത്തിയാൽ
അംഗത്വം വീണ്ടെടുക്കാമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ അവഗണിച്ചുകൊണ്ട് 62 വയസ്സ് പിന്നിട്ട ആർക്കും അംഗത്വം വീണ്ടും നൽകേണ്ടെന്ന 34ാമത് ബോർഡ് മീറ്റിംഗിലെ 17ാം നമ്പർ പ്രമേയത്തിലെ തീരുമാനത്തെയാണ് ഹർജി ചോദ്യം ചെയ്യുന്നത്. ബോർഡിന്റെ ഈ തീരുമാനത്തിനെതിരെ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ക്ഷേമനിധി സിഇഒയെയും നേരിട്ട് കണ്ട് പ്രവാസി ലീഗൽ സെൽ നിവേദനം നൽകിയെങ്കിലും തീരുമാനം മാറ്റാൻ ബോർഡോ സർക്കാരോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രവാസി ലീഗൽ സെൽ തീരുമാനിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ബോർഡിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 18,808 പ്രവാസികൾക്കാണ് വിവിധ കാരണങ്ങളാൽ ക്ഷേമനിധി അംഗത്വം നഷ്ടപ്പെട്ട് പെൻഷനുള്ള അവകാശം നഷ്ടമായത്. ഇതിൽ 282 പേർ 62 വയസ്സ് കഴിഞ്ഞ പ്രവാസികളാണ്. കോടതി ഉത്തരവ് അനുകൂലമായാൽ ക്ഷേമ ബോർഡിന്റെ ചട്ടവിരുദ്ധമായ നിയമപ്രകാരം അംഗത്വം നഷ്ടപ്പെട്ട 100 കണക്കിന് പ്രവാസികൾക്ക് അംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള സാഹചര്യമുണ്ടാകും. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും തുടർച്ചയായി വരിസംഖ്യ അടക്കുന്ന പ്രവാസികൾക്കും മടങ്ങി വന്ന പ്രവാസികൾക്കും 60 വയസ്സാകുന്ന മുറയ്ക്ക് പ്രതിമാസം 3,500 രൂപയും 3,000 രൂപയും നിരക്കിലാണ് ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാക്കി വെക്കുന്നതെന്ന് പ്രത്യക്ഷമായി തന്നെ ക്ഷേമ ബോർഡ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രവാസികളെ ചെറിയ പിശകുകൾ പോലും ചൂണ്ടിക്കാണിച്ച് ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന സമീപനമാണ് ഇപ്പോൾ ബോർഡ് കൈക്കൊണ്ടുവരുന്നത്. പ്രവാസികൾക്ക് അടിയന്തര ധനസഹായം നൽകുന്നതിന് ഒരു പ്രത്യേക നിധി സമാഹരിക്കണമെന്ന് 2008 പ്രവാസി ക്ഷേമനിധി നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലും നാളിതുവരെ അത്തരമൊരു നിധി സമാഹരിക്കാൻ ബോർഡ് തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതവും നോർക്ക റൂട്ട്സ് സേവനങ്ങൾക്ക് അധിക സെസ് ഏർപ്പെടുത്തിയും സമ്പന്നരായ പ്രവാസികളിൽ നിന്നുമുള്ള സംഭാവനകളും ഉൾപ്പെടുത്തി നിധിയുണ്ടാക്കിയാൽ അത് പ്രവാസികൾക്ക് മുടക്കമില്ലാതെ പെൻഷൻ ആനുകൂല്യങ്ങളും അടിയന്തര ധനസഹായങ്ങളും നൽകാൻ ബോർഡിനാകും. ഈ വിഷയം നിവേദനവുമായി പ്രവാസി ലീഗൽ സെൽ സർക്കാരിനെ നൽകിയെങ്കിലും നാളിതുവരെ അത്തരമൊരു നീക്കം നടത്താൻ സർക്കാരോ ബോർഡോ തയ്യാറായിട്ടില്ല. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് അബ്രഹാം, മനാസ് പി ഹമീദ്, ആർ മുരളീധരൻ, വിമൽ വിജയ്, റബിൻ വിൻസെന്റ് എന്നിവർ കോടതിയിൽ ഹാജരായി. കോടതി ഇടപെടൽ വഴി ഇനിയെങ്കിലും പ്രവാസികൾക്ക് അർഹമായ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ ഭാരവാഹികളായ ബാബു ഫ്രാൻസിസ്, ബിജു സ്റ്റീഫൻ, ഷൈജിത്ത് എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് 16 കുവൈത്ത്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.